Don Bosco College, Manati, Global Association of Behavior Management എന്ന അസോസിയേഷനോട് ബന്ധപ്പെട്ട് പോസിറ്റീവ് സൈക്കോളജി എന്ന വിഷയത്തിൽ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ്. ഈ കോൺഫറൻസിൽ EQ for Peace, മൈൻക്രാഫ്റ്റ് എന്നീ സ്ഥാപനങ്ങളും യോജിച്ച് പങ്കെടുക്കുന്നുണ്ട്. ഈ കോൺഫറൻസ് ഹൈബ്രിഡ് മോഡിലാണ്. ആദ്യത്തെ 4 ദിവസം ഓൺലൈൻ മോഡിലും അവസാനത്തെ ദിവസം ഓഫ്ലൈൻ ആയിട്ട് കോളേജ് ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഈ കോൺഫറൻസ് നടത്തുന്നത്. ഈ കോൺഫറൻസിനെ കുറിച്ച് കൂടുതൽ അതിലെ പങ്കെടുക്കുന്ന പ്രമുഖ വ്യക്തികളെ കുറിച്ച് പരിചയപ്പെടുത്തുവാനായിട്ട് മൈൻക്രാഫ്റ്റിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജയൻ നമ്പൂതിരി സാറിനെ ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. ഗ്ലോബൽ അസോസിയേഷന്റെ ഡിപ്പാർട്ട്മെന്റ് സൈക്കോളജി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഒരു 5 ദിവസത്തെ ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തുന്നത്. അത് 4 ദിവസം ഓൺലൈനിലും 5-ാമത്തെ ദിവസം ഓഫ്ലൈനിലാണ് വരുന്നത്. 8-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ 12-ാം തീയതി നാഷണൽ സ്ട്രൈക്ക് കാരണം ആ ദിവസത്തെ പ്രോഗ്രാം 16-ാം തീയതിക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഞായറാഴ്ച സയന്റിഫിക് പേപ്പർ പ്രസന്റേഷനാണ് വെക്കുന്നത് ഓൺലൈനിൽ. അപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള പല സ്റ്റുഡൻസിൻ്റെ റിസർച്ച് സ്കോളേഴ്സിൻ്റെ ഒക്കെ പേപ്പറുകൾ വരുന്നുണ്ട്. അന്ന് ഈവനിങ് 2 സെഷൻ വരുന്നുണ്ട്. ഒരു സെഷൻ എടുക്കുന്ന ഡോക്ടർ ദേവാംഗന പറഞ്ഞിട്ട് കൊൽക്കട്ടയിൽ നിന്നാണ്. അതുപോലെ ഡോക്ടർ ശ്രീപർണ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൊൽക്കട്ടയിൽ നിന്നാണ്. 2-ാമത്തെ ദിവസം ഡോക്ടർ യാഷ് വാലങ്ക പറഞ്ഞു ബോംബെ നിന്നും, ഡോക്ടർ രൂപാലി ശർമ്മ പറഞ്ഞ അമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡയിൽ നിന്നാണ് വരുന്നത്. 3-ാമത്തെ ദിവസം ചൊവ്വാഴ്ച ഡോക്ടർ സുനീത ഖന്ന പറഞ്ഞ് പഞ്ചാബ് ഗുവാഹട്ടിയിൽ നിന്നാണ്. 4-ാമത്തെ ദിവസം ഡോക്ടർ രക്ഷാ സിംഗ് പറഞ്ഞ് പഞ്ചാബിൽ നിന്നാണ്. ഇതൊക്കെ വരുന്നത് ഓൺലൈനിലാണ്. അതുപോലെ പ്രോഗ്രാമിൻ്റെ അന്ന് പ്രൊഫസർ മാറ്റ് എന്ന് US നിന്ന് ഓൺലൈനിൽ വരുന്നു. 2 ടെക്നിക്കൽ സെഷൻ വരുന്ന ഡോക്ടർ കതിരവൻ സാറാണ് കൈകാര്യം ചെയ്യുന്നത്. സാറ് പെരിയാർ യൂണിവേഴ്സിറ്റി സേലത്തിൽ നിന്നാണ് വരുന്നത്. സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിരുന്നു, അവിടുത്തെ ഡീനാണ്. പിന്നെ വരുന്നത് ഡോക്ടർ സന്താനകൃഷ്ണൻ സാറ് പറഞ്ഞത് സാറ് ഓസ്ട്രേലിയയിൽ നിന്നാണ് വരുന്നത്. ഇതിൽ പേപ്പർ വരുന്ന ഇത് പോസിറ്റീവ് സൈക്കോളജിയെ കുറിച്ചാണ് കൂടുതൽ ടോപ്പിക്കുകൾ കവർ ചെയ്യണത്. ഇനി അതിനെക്കുറിച്ച് കുറച്ച് ഹെഡ് മിസ് സംസാരിക്കുന്നതാണ്. അർജുൻ മിസ്സിനെ സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ ഇന്റർനാഷണൽ കോൺഫറൻസിനായി ഞങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജിയാണ്. ബാക്കി സൈക്കോളജി വിഷയങ്ങളിൽ നിന്ന് കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ് പോസിറ്റീവ് സൈക്കോളജി. സാധാരണ നമ്മൾ സൈക്കോളജിയിൽ ഒരു വ്യക്തിയുടെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത്. പക്ഷെ ഇവിടെ പോസിറ്റീവ് സൈക്കോളജിയിൽ നമ്മുടെ വിഷയം കുറച്ച് വ്യത്യസ്തമാണ്. ആളുകളിലെ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ, ഇപ്പൊ അവരുടെ ജീവിതത്തിലുള്ള പ്രതീക്ഷ, അവരുടെ സ്ട്രെങ്ത്തുകൾ, അതുപോലെ അവരുടെ നല്ല ചിന്തകൾ, ഇതിലേക്കൊക്കെയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെലുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോൺഫറൻസിലെ സെഷനുകൾ അറ്റൻഡ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിന് നല്ല രീതിയിലുള്ള ഒരു പ്രായോഗികമായ ഒരു നോളജ് ലഭിക്കുകയാണ്. എങ്ങനെ നമുക്ക് പോസിറ്റീവ് സൈക്കോളജിയെ ദൈനംദിന ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ബെറ്റർ ആക്കാൻ, നമ്മുടെ വ്യക്തിഗത ജീവിതമായാലും നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായാലും അതിനെയൊക്കെ ഡീൽ ചെയ്ത് എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിന് പറ്റും, അതിനെക്കുറിച്ചൊരു നല്ലൊരു ധാരണ തന്നെ നമുക്ക് കിട്ടും ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു വിഷയം ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണം തന്നെ അതാണ്. താങ്ക് യു. അതായത് സ്റ്റുഡൻസ്, റിസർച്ച് സ്കോളേഴ്സ്, പ്രൊഫഷണൽ അല്ല ഔട്ട്സൈഡേഴ്സ് ഉണ്ട്. നമ്മൾ കേരളത്തിന് പുറത്തും കേരളത്തിനുള്ളിലുള്ള കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് നമ്മുടെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പേപ്പർ പ്രസന്റ് ചെയ്യുന്നവരുണ്ട് ഓൺലൈനിൽ. അതേപോലെ തന്നെ നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്നവരുണ്ട്. കൂടുതലായിട്ടും പങ്കെടുക്കുന്നത് റിസർച്ച് സ്കോളേഴ്സ്, PhD ചെയ്യുന്നവര് അവരുടെ PhD പഠനത്തിന്റെ ഭാഗമായിട്ട് പേപ്പർ പ്രസന്റ് ചെയ്യുന്നതാണ്. ആ രീതിയിലാണ് പേപ്പർ പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ പേപ്പർ പബ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് സ്കോളർലി പബ്ലിക്കേഷനായിട്ട് നമ്മളിത് ഈ പേപ്പറുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ക്വാളിറ്റിയുള്ള പേപ്പേഴ്സ് നമ്മളത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ സ്കോളറിലല്ല, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ജേർണലിലാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ട് നമുക്കത് കൃത്യമായിട്ട് അറിയില്ല. നമ്മളിപ്പോ ഏകദേശം 100 കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ 100 കൂടുതലായിട്ടുണ്ട്.
ഏകദേശം 40ഓളം പേപ്പേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 40ഓളം പേപ്പേഴ്സാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ കോളേജ് ഡോൺ ബോസ്കോ കോളേജിലത്തെ സ്റ്റുഡൻസ് വേറെ ഉണ്ട്. പർട്ടിക്കുലർലി ഇപ്പോൾ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഈ പ്രത്യേക സമയത്ത് തിരഞ്ഞെടുക്കാനായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് റീസൺ ഉണ്ടോ? നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ്. ഇപ്പോ എസ്പെഷ്യലി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ആൾക്കാർ ഇപ്പോൾ ഒരു ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്യാതെ കൂടുതലായിട്ട് അതിലെ പോസിറ്റീവ്, നമ്മുടെ ജീവിതത്തിലുള്ള പോസിറ്റീവ് ആസ്പെക്റ്റുകളെ ഫോക്കസ് ചെയ്യാന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നമുക്കൊരു എന്താ പറയുക ഒരു വളർച്ച ഉണ്ടാക്കാനായിട്ട് സഹായിക്കുക. അപ്പൊ നമ്മൾ ഡെയിലി ലൈഫിലായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ പോസിറ്റീവ് സൈക്കോളജിയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഹോപ്പ് ഉണ്ടാക്കാം, നമ്മുടെ ജീവിതത്തിലുള്ള സ്ട്രെങ്ത്തുകൾ, നമ്മൾ ഓരോ വ്യക്തികളും ജനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെങ്ത്തുകളോട് കൂടിയാണ് ജനിക്കുന്നത്. പക്ഷെ എല്ലാവരും അത് തിരിച്ചറിയണമെന്നില്ല. അതറിയാതെ നമ്മുടെ വീക്ക്നെസ്സുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമ്മുടെ സ്ട്രെങ്ത്തുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യത്യാസം വരുത്താൻ പറ്റും. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊരു അറിവ് കൊടുക്കാൻ വേണ്ടി പറ്റും ആളുകൾക്ക്. അതുപോലെ തന്നെ സ്വന്തമായി ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി ആ വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഉണ്ടായ കാരണം. സോഷ്യൽ മീഡിയ സെറ്റപ്പിൽ നിൽക്കുന്ന സമയമായതുകൊണ്ടാണോ പ്രശ്നങ്ങൾ പണ്ടുണ്ടല്ലോ, എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ട്. ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു പുതിയ സൈക്കോളജിയിലെ ഒരു പുതിയ ഒരു ഭാഗമാണിത്. അത് റീസെന്റ് അത് എവല്യൂഷൻ നടക്കുന്നതേ ഉള്ളൂ. ആ പോസിറ്റീവ് സൈക്കോളജിയുടെ സ്റ്റഡിയും അതൊരു റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ പോസിറ്റീവ് സൈക്കോളജി MSc പോസിറ്റീവ് സൈക്കോളജി സബ്ജക്ട് ഇല്ല. പക്ഷെ കേരളത്തിന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പല കോളേജുകളിലും ഇപ്പൊ MSc ക്ലിനിക്കൽ സൈക്കോളജി പോലെ അല്ലെങ്കിൽ MSc കൗൺസിലിംഗ് സൈക്കോളജി പോലെ തന്നെ MSc പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു PG കോഴ്സുകളുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അവയർനെസ് നമ്മൾ വരുത്തണം. നമ്മുടെ വിദ്യാർത്ഥികൾക്കും അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു ബോധ്യം കൊടുക്കാനായിട്ട് കൂടിയാണ് പോസിറ്റീവ് സൈക്കോളജി നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മുടെ അവിടെ ഏകദേശം 90ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. BSc സൈക്കോളജിയാണ്. ഇല്ല, ജനറൽ സൈക്കോളജിയാണ്. BSc ജനറൽ സൈക്കോളജിയിൽ 90ഓളം കുട്ടികൾ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രചോദിനികേതൻ കോളേജിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഫാദർ ഹർഷജനാണ്. അച്ഛൻ ഫാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഔദ്യോഗികമായിട്ടൊരു പഠന വിഷയമാക്കിയ ഏറ്റവും ആദ്യത്തെ ഒരു വ്യക്തിയുള്ള ഒരാളാണ് ഹർഷജൻ അച്ഛൻ. അതുകൊണ്ടാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ സൈക്കോളജിയിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയാണ് ഫാദർ ഹർഷജൻ. അതുകൊണ്ടാണ് നമ്മുടെ അച്ഛനെ ഉദ്ഘാടനമായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു അന്നത്തെ സെഷനിൽ ഒന്ന് പോസിറ്റീവ് സൈക്കോളജി ഫോർ ഇഫക്റ്റീവ് ലിവിംഗ് ആണ് കൊടുത്തിരുന്നത്. അതാണ് കതിരവൻ സാറ് കൈകാര്യം ചെയ്യുന്നത്. പിന്നത്തെ സെഷൻ ലോഫ്റ്റർ തെറാപ്പിയായിട്ട് കണക്ട് ചെയ്തതാണ്. നമുക്ക് ഒരുപാട് തോട്ട്സുകൾ വരുന്നുണ്ട്. അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ തോട്ട്സിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ ലോഫ്റ്റർ തെറാപ്പി കൊടുത്താൽ നല്ലതാണ്. ആ ലോഫ്റ്റർ തെറാപ്പി നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ഡൈവേർഷൻ ചെയ്യാൻ പറ്റും. തോട്ട്സ് ഒരിക്കലും നിർത്താൻ പറ്റില്ല. അത് നെഗറ്റീവാണ് പോസിറ്റീവാണെന്ന് ആ വ്യക്തിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് പെയിനായിട്ട് വരികയാണെങ്കിൽ ലോഫ്റ്ററിലൂടെ അത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഔട്ട്പുട്ട് എന്താ വെച്ചാൽ അവർ ഹാപ്പി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 10 മിനിറ്റിൽ ഉറക്കം കിട്ടിയിരിക്കണം എന്നാണ്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത തോട്ട്സുകൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയം നമ്മൾ ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന് പറഞ്ഞ കെമിക്കൽ സെക്രേറ്റ് ചെയ്യും. അത് പെയിൻ റിലീസാണ്, നല്ല ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ഈ 2 പ്രോഗ്രാമും ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വരുന്നവർക്ക് അത് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡുകളിലൂടെ ട്രെയിനിങ് കൊടുക്കുന്നു. രാവിലെ 9:30ക്കാണ് ഇനോഗ്രേഷൻ വെച്ചേക്കണത്. 10 മുതൽ 4:30 വരെ ഉണ്ടാവും. 16-ാം തീയതി 10 മണിക്ക് തുടങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ബ്രേക്ക്, അതിന് ഉച്ചയ്ക്ക് ശേഷം 2ാമത്തെ സെഷൻ. ഓൺലൈൻ ക്ലാസ് ഈവനിങ് ആണ് വരുന്നത്. ഓൺലൈൻ ക്ലാസ് വരുന്നത് വൈകിട്ട് 6:30 മുതൽ 8:30 വരെ. 8 മുതൽ 11 വരെ. അല്ല, അതാ സാറ് അതിൽ എക്സ്പെർട്ട് ആണ്. വരുന്ന ഫാക്കൽറ്റി വരുന്നുണ്ട്. അതെ. ഇതൊരു വർക്ക്ഷോപ്പ് പോലെയാണ് ചെയ്യുന്നത്. ഒരു കോൺഫറൻസ് കം വർക്ക്ഷോപ്പ്. അതായത് അന്നത്തെ ആ ഓഫ്ലൈൻ സെഷൻസ്
ഒരു വർക്ക്ഷോപ്പ് പോലെ, അതൊരു പ്രാക്ടിക്കൽ സെഷൻ പോലെയാണ് ചെയ്യുന്നത്.